2 ദിവസം മുമ്പ് വിജിത തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് തൻ്റെ 9-ാം മാസം ആ ഒരു ആഘോഷമായിരുന്നു. പക്ഷേ ആ ഒരു ഫംഗ്ഷനിൽ ഭർത്താവിൻ്റെ വീട്ടുകാരോ ഒന്നും തന്നെ പങ്കെടുത്തിട്ടില്ലായിരുന്നു. ആ ഒരു വീഡിയോ ഇറങ്ങിയതിന് ശേഷം കമൻസിൽ മൊത്തം എന്തുകൊണ്ട് ഭർത്താവ് വന്നില്ല, ഭർത്താവിൻ്റെ വീട്ടുകാർ വന്നില്ല, വിജിത പറയുമായിരുന്നല്ലോ ഭർത്താവ് ഭയങ്കര സപ്പോർട്ടീവ് ആണെന്നുള്ളൊരു കാര്യം, പക്ഷേ എന്തുകൊണ്ട് വന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒരു ഒരു കമൻറ്റ്, ഒരൊറ്റ കമൻറ്റ് വന്നിട്ടുണ്ട്. ആ ഒരു കമൻ്റ് എന്ന് പറയുന്നത്, നാണമില്ലേ തനിക്ക് ഭർത്താവില്ലാതെ ഇങ്ങനെ 9-ാം മാസം ആഘോഷിക്കാൻ എന്ന് ചോദിച്ചിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ അത് കണ്ടപ്പോഴത്തേന് നോർമലായിട്ട് ഇപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു യുവതിയാണ്, അവർക്ക് ഇപ്പോൾ സന്തോഷമായിട്ടിരിക്കേണ്ട ഒരു സമയമാണ്. ഇങ്ങനത്തുള്ള കമൻറ്റ് എന്ത് മോശമായിട്ടുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എങ്ങനെ തോന്നുന്നു ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ? അവർക്ക് ആ ഒരു ഫാമിലി ഇഷ്യൂ എന്തെങ്കിലുമൊക്കെ കാണും, അത് ഇല്ലാതിരിക്കത്തില്ല, അതുകൊണ്ടായിരിക്കും അവരിന്ന് പങ്കെടുക്കാഞ്ഞത്. പക്ഷേ അവിടെ വന്നിട്ട് ഒന്നാതെ ആ ഒരു കുട്ടി അത്ര വിഷമിച്ചിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഇങ്ങനത്തുള്ള രീതിയിൽ കമൻ്റ് ഇടുക, നാണമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടൊരു പെൺകുട്ടി, അതും ഇത്രയും സന്തോഷമായിട്ട് ഇരിക്കേണ്ട ഒരു സമയത്താണ് ഇങ്ങനെ ഒരു കമൻ്റ് ഒരാൾ വന്നിടുന്നത്. അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെയുള്ള ഒരു കമൻ്റ് കാണുമ്പം ഈ ഒരു കമൻ്റ് ഇട്ട ആൾക്ക് എന്ത് ക്യാരക്ടറാണ് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു പെൺകുട്ടി അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി ഒന്ന് ആലോചിക്കണം. ഒരു കോമൺ ആയിട്ടുള്ള സെൻസ് പോലും ഇല്ലെന്ന് തോന്നുന്നു ആ ഒരു കമൻ്റ് ഇട്ട വ്യക്തിക്ക്. കാരണം ആ ഒരു പെൺകുട്ടി കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനിൽ ഇനി ഇപ്പോഴേ ആ ഒരു കുട്ടി സന്തോഷമായിരിക്കേണ്ട സമയമാണ്. ആ ഒരു സമയത്ത് ഇങ്ങനത്തുള്ള കമൻറ്റ് കാണുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ആ ഒരു കമൻറ്റ് ഇട്ടേക്കുന്നത്. ഇതുപോലെ കുറച്ച് പേര് അതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരത് ആ ഒരു കുട്ടിക്ക് സങ്കടം വരണ്ട എന്നുള്ള രീതിയിൽ ആ കുട്ടിയെ ആശംസിച്ചുകൊണ്ടാണ്, നല്ല രീതിയിൽ കുട്ടി ജനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആശംസിച്ചുകൊണ്ടാണ് കമൻറ്റ് ഇട്ടിട്ടുള്ളത്. അവർക്ക് വരെ നോർമലായിട്ടുള്ളൊരു ബുദ്ധിയുണ്ട്. പക്ഷേ ഇങ്ങനത്തുള്ള മോശമായിട്ടുള്ള കമൻറ്റ് ഇടുന്നവന്മാർക്കൊന്നും എന്തിനാണ് ഇങ്ങനത്തുള്ള കമൻറ്റ് ഇടുന്നത്? അവർ തമ്മിൽ പ്രശ്നമുണ്ടെന്ന് അറിയാം, ആ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ട് ആ ഒരു കുട്ടിയെ ഇതേ കണക്കുള്ള രീതിയിൽ കമൻറ്റ് ഇടുന്നവന്മാരെ എനിക്ക് പറയാനുള്ളത്, നിന്നെയൊക്കെ വളർത്തിയതിൻ്റെ ദോഷമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത്രയേ ഉള്ളൂ. അതിൻ്റെ എന്തോ പ്രശ്നമാണ് നിനക്കൊക്കെ ഉള്ളത് ഇങ്ങനത്തുള്ള കമൻറ്റ് ഇടുന്നതിന്. ഇതുകൊണ്ട് എന്താണ് ഉമ്മാർക്കൊക്കെ കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു ഒറ്റ കമൻറ്റ് ഇടുമ്പോഴത്തേന് ആ ഒരു സമയത്ത് എന്തെങ്കിലും ഫ്രസ്ട്രേഷനായിട്ട് നിൽക്കുന്ന അത് തീർക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇങ്ങനത്തുള്ള കമൻറ്റ് ഇടുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ബേസിക്കായിട്ട് പറയാനുള്ളത്.